ഐ എം ഫ്രം കേരള എന്ന് പറയാൻ അത്ര ധൈര്യത്തോടെ നിന്ന് പറയണമെങ്കിൽ അത് ഈ ഗൾഫ് മലയാളികളുടെ കോൺട്രിബ്യൂഷനാണ്. ഈ മലയാളി എന്ന് പറയുന്ന ഈ സോഷ്യൽ മീഡിയ കാണുന്ന ഈ ഫീൽഡില് അത് ബിൽഡ് ചെയ്യുന്നതിലും അത് നിലനിർത്തുന്നതിലും ഈ എന്താ പ്രവാസി മലയാളികൾക്ക് ഭയങ്കര പങ്കുണ്ട്. അവരാണല്ലോ മലയാളി ഫീൽ എപ്പോഴും കൊണ്ടു നടക്കുകയും ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്നത്, എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരാണ്. സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഒരു വിർച്വൽ അങ്ങാടിയാണ്, നമ്മളെല്ലാവരെയും ഒരു സ്ഥലത്ത് നിർത്തുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊക്കെ ഏതോ തുരുത്തിലിരിക്കുകയും നമ്മുടെ മാത്രം അങ്ങാടിയിൽ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരെ മാറിപ്പോലും നമ്മളെ ഒരൊറ്റ അങ്ങാടിയിലേക്ക് കൊണ്ടുവരികയും അവിടെ ഏറ്റവും കവലയിലെ പ്രധാനികളായിട്ട് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഇപ്പം മിക്കവാറും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട സൈബർ പോരാളികളൊക്കെ എടുക്കുക, അതൊക്കെ ഗൾഫിലുള്ള ആൾക്കാരായിരിക്കും. മലയാളി മൂഡുണ്ടല്ലോ, അതിന്റെ ആംബിയൻസും അതിന്റെ ഒരു ചൂടും. അതെ, നമ്മള് നാട്ടിലിരിക്കുന്ന എന്തെങ്കിലും കാര്യം നമ്മളെക്കാൾ മുന്നേ അറിയുന്നത് അവരായിരിക്കും. സത്യത്തിൽ ഈ മലയാളിത്തം നിലനിർത്തുന്നതിൽ ഈ ഗൾഫാണ്. അതർവൈസ് നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അയൽപക്ക ബന്ധങ്ങൾ അതൊക്കെ അവരുടെ ത്രൂഷ്മളമാണോ? അല്ലല്ല, അങ്ങനെയല്ല. അവരെന്ന് വെച്ചാൽ അവരുടെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ് നൊസ്റ്റാൾജിയ, അതിന്റെ പേരിൽ അവർ ബിൽഡ് ചെയ്യുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നത് അതിനെ ഏറ്റവും വൈബ്രന്റ് ആക്കിയിട്ട് മലയാളി ഫീലിനെ നിലനിർത്തുന്ന ഒരു ഘടകം. കേരളത്തിനൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു പ്രശസ്തി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇവരുടെ കോൺട്രിബ്യൂഷനാണ്, അല്ലേ? നമ്മൾ ഇന്ത്യക്ക് പുറത്തു പോയിട്ട് അത് കേരളം, ഐ എം ഫ്രം കേരള എന്ന് പറയാൻ അത്ര ധൈര്യത്തോടെ നിന്ന് പറയണമെങ്കിൽ അത് ഈ ഗൾഫ് മലയാളികളുടെ കോൺട്രിബ്യൂഷനാണ്. നമ്മുടെ ഒരു ബാക്ക് ബോൺ ആണ്. നമ്മളെ കേരളത്തിന്റെ ഒരു വൈബ്രൻസി ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലം അത് ഈ മിഡിൽ ഈസ്റ്റ് തന്നെയാണ്.